നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെനസ്വേലയിൽ കഴിഞ്ഞ മാസമുണ്ടായ അതിശക്തമായ ഇരട്ട ഭൂകമ്പങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 4400 കടന്നിരിക്കുകയാണ്. വളരെ ദാരുണമായിട്ടുള്ള സംഭവങ്ങളാണ് അവിടെ അരങ്ങേറിയത്. ഇപ്പോഴും തങ്ങളുടെ ഉറ്റവരെയും ബന്ധുക്കളെയൊക്കെ തന്നെ തിരയുകയാണ് ഈ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ. ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടെ ദിനം പ്രതി നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. രാജ്യത്തെ വിറപ്പിച്ച ദുരന്തത്തിന് ആഴ്ചകൾ പിന്നിടുമ്പോഴും മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഇതുവരെ 4490 പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ 315 മൃതദേഹങ്ങൾ ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. മരിച്ചവരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനും തിരിച്ചറിയുന്നതിനുമുള്ള തീവ്ര ശ്രമത്തിലാണ് അധികൃതർ. ദുരന്തത്തിൽ പരിക്കേറ്റവരുടെ ഔദ്യോഗിക കണക്ക് 16,740 തുടരുകയാണ്. അതേസമയം തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് ഇതുവരെ 6,462 പേരെ രക്ഷാപ്രവർത്തകർ ജീവനോടെ പുറത്തെടുത്തു. എന്നിരുന്നാലും 17,907 ആളുകൾക്ക് ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെടുകയും തെരുവിലാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ജൂൺ 24 വെനസ്വേലയെ നടുക്കിയ 2 അതിശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. റിക്ടർ സ്കെയിലിൽ 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് രാജ്യത്തുടനീളം വലിയ നാശനഷ്ടം വിതച്ചത്. മിനിറ്റുകളുടെ വ്യത്യാസത്തിലുണ്ടായ ഇരട്ട ഭൂകമ്പങ്ങൾ ജനങ്ങളെ പരിഭ്രാന്തിയുടെ മുൾമുനയിലാക്കി. ഭൂകമ്പത്തിന്റെ ആഘാതത്തിൽ രാജ്യത്തെ 856 കെട്ടിടങ്ങളെ നേരിട്ട് ബാധിച്ചതായി ജോർജ് റോഡ്രിഗസ് വ്യക്തമാക്കി. ഇതിൽ 190 കെട്ടിടങ്ങൾ പൂർണ്ണമായി നിലംപൊത്തുകയോ ഘടനാപരമായി പൂർണ്ണമായും തകരുകയോ ചെയ്തിട്ടുണ്ട്. വാസസ്ഥലങ്ങളും വ്യാപാരി സമുച്ചയങ്ങളും തകർന്നടിഞ്ഞതും ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു. സർക്കാരിന്റെ പ്രാഥമിക വിലയിരുത്തൽ അനുസരിച്ച് ദുരന്തബാധിതർക്ക് പുനരധിവാസത്തിനായി കുറഞ്ഞത് 25,000 വീടുകളെങ്കിലും നിർമ്മിച്ചു നൽകേണ്ടതുണ്ട്. ഇതിനായി അധികൃതർ ഇതുവരെ 5,84,000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള 40 പ്ലോട്ടുകൾ ഭവന പദ്ധതികൾക്കായി കണ്ടെത്തി കഴിഞ്ഞു. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ മുൻഗണന നൽകുമെന്നും അറിയിച്ചു. US പിന്തുണയുള്ള ഇടക്കാല പ്രസിഡന്റായ ഡെൽസി റോഡ്രിഗസ് അടുത്ത ആഴ്ച തന്നെ ദുരന്തബാധിതർക്കായി ആദ്യഘട്ടത്തിലെ 200 വീടുകൾ കൈമാറുമെന്നും ജോർജ് റോഡ്രിഗസ് അറിയിച്ചു. ഭൂകമ്പാനന്തര രക്ഷാപ്രവർത്തനത്തിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും സർക്കാർ കടുത്ത വിമർശനം നേരിടുന്നതിനിടെയാണ് ഈ പ്രഖ്യാപനം. അതേസമയം ദുരന്തഭൂമിയിൽ ഇപ്പോഴും പ്രവർത്തനങ്ങൾ സജീവമായി തുടരുകയാണ്. പ്രതീക്ഷ അവസാനിക്കാത്തിടത്തോളം കാലം പ്രതീക്ഷയുണ്ട്. ചില സജീവ കേന്ദ്രങ്ങളിൽ ഇനിയും ജീവന്റെ തുടിപ്പുകൾ ബാക്കിയുണ്ടെന്ന പ്രതീക്ഷയിലാണ് അവിടെ തിരച്ചിൽ തുടരുന്നത്. ദുരന്തത്തിനിടെ അടിയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു 17-കാരിയായ മരിയ അലക്സാന്ദ്ര സാങ്സിന്റെ കഥ ലോകത്തിന്റെ മനസ്സിനെ ഒന്നാകെ ഉലയ്ക്കുന്നതാണ്. ലാഗു വൈറയിലെ തീരദേശ നഗരത്തിൽ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ 17 മണിക്കൂറോളം കുടുങ്ങിക്കിടന്ന മരിയ ജീവൻ നിലനിർത്താനായി സ്വന്തം മൂത്രം കുടിച്ചാണ് അതിജീവിച്ചത്. തന്റെ ഹൈസ്കൂൾ ഗ്രാജുവേഷനായി ഡാൻസ് അവതരിപ്പിക്കാൻ തയ്യാറെടുത്തിരുന്ന സംഘത്തിലെ 10 കൂട്ടുകാരിൽ 4 പേരെയാണ് മരിയയ്ക്ക് ഈ ദുരന്തത്തിൽ നഷ്ടമായത്. വരും ആഴ്ചകളിൽ ഭൂകമ്പം മൂലമുണ്ടായ പരിക്കുകൾ മാത്രമല്ല ആരോഗ്യരംഗത്ത് വലിയ വെല്ലുവിളി ഉയർത്തുക. ആരോഗ്യ സേവനങ്ങളിലെ തടസ്സങ്ങൾ, ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ജനപ്പെരുപ്പം, ശുദ്ധജലത്തിന്റെയും ശുചിത്വത്തിന്റെയും കുറവ്, പ്രതിരോധ കുത്തിവയ്പ്പുകളുടെയും സാധാരണ ചികിത്സകളുടെയും ലഭ്യത കുറവ് എന്നിവയും വലിയ ഭീഷണിയാകും. PIHO ഡയറക്ടർ ജാർബാസ് ബാർബോസ അറിയിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കിടയിൽ പ്രത്യേകിച്ച് വീട് നഷ്ടപ്പെട്ടവർക്കായി ഒരുക്കിയ താൽക്കാലിക കേന്ദ്രങ്ങളിൽ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ കഴിയുന്നവർക്ക് ശ്വാസകോശ സംബന്ധമായതോ മറ്റ് അസുഖങ്ങളോ പടർന്നു പിടിക്കുന്നത് തടയാനും പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഉറപ്പാക്കാനും വെനസ്വേലൻ ആരോഗ്യ മന്ത്രാലയവുമായി പ്രവർത്തിക്കുന്നുണ്ട്. അടിയന്തര ധനസഹായമായി $30 കോടി UN അനുവദിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞ 2 ആഴ്ച പിന്നിട്ടതോടെ കൃത്യമായ ചികിത്സ ലഭിക്കാത്തതിനാലാണ് ആളുകൾ ഇപ്പോഴും ക്യാമ്പുകളിലേക്ക് എത്തുന്നതെന്ന് വ്യക്തമാണ്. ഇപ്പോൾ അവർ വരുന്നത് ഒടിവുകൾക്കും ചതവുകൾക്കും ചികിത്സ തേടിയല്ല, മറിച്ച് ദീർഘകാല രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്കാണ്. ഈ സമയത്ത് അവർക്കൊപ്പം ഉണ്ടാകുക എന്നത് തികച്ചും അനിവാര്യമാണെന്നും വെനസ്വേല സന്ദർശിച്ച UN ദുരിതാശ്വാസ വിഭാഗം മേധാവി ടോം ഫ്ലെച്ചർ അറിയിച്ചു. അതേസമയം വടക്കൻ സംസ്ഥാനമായ ലാ ഗൊറയിലെ ക്യാമ്പുകളിൽ ചർമ്മരോഗങ്ങളും വയറിളക്കവും വർദ്ധിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
കൂടാതെ പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ വിട്ടുമാറാത്ത ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നിന്റെ ആവശ്യവും വർദ്ധിച്ചിട്ടുണ്ട്. ഭൂചലനത്തിന് മുമ്പ് തന്നെ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന ജലപ്പെരുപ്പവും ശുചിത്വമില്ലായ്മയുമാണ് ഇപ്പോൾ പടരുന്ന രോഗങ്ങൾക്ക് പ്രധാന കാരണം. നിലവിൽ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ നടക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഭൂരിഭാഗവും അന്താരാഷ്ട്ര മാനുഷിക സംഘടനകളുമായി കൈകോർത്ത് പ്രവർത്തിക്കുന്ന പ്രാദേശിക കൂട്ടായ്മകളായാണ് നിർവഹിക്കുന്നത്.